ഹായ് ഹലോ 2025 ഒരു മാസം കഴിഞ്ഞു. രണ്ടാമത്തെ മാസം ഇപ്പോൾ 13th to 25 എന്ന് നമ്മൾ എഴുതാൻ തുടങ്ങി. ഇപ്പോഴാണ് ഒരളവിന് നമ്മൾ 25 എന്ന് 24 എന്ന് മാറ്റി 25 എന്ന് എഴുതാൻ തുടങ്ങി. ഞാൻ എൻ്റെ ചെക്ക് ലീഫിൽ കൂടെ അറിയാതെ 24 എന്ന് എഴുതിപ്പോയ ഒരു ദിവസം ഉണ്ടായിരുന്നു. സോ 2024 ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത കുറച്ച് പ്രോഡക്ട്സുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്, ഏറ്റവും വില കൂടിയത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായ കുറച്ച് സാധനങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ ഞാൻ പറയട്ടെ, 2024 എനിക്ക് ഏറ്റവും വലിയതായിട്ട് നല്ലൊരു ഗിഫ്റ്റായിട്ട് എനിക്ക് കിട്ടിയത് നിങ്ങളെ തന്നെയാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. സോ അതിന് ഞാൻ ഒരുപാട് താങ്ക്ഫുൾ വീഡിയോ ഒന്ന് ഞാൻ ചെയ്യാം, കുറച്ചും കൂടെ ഒന്ന് അച്ചീവ്മെൻറ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പ്രോഡക്റ്റിലേക്ക് പോകാം. ഞാൻ ഫസ്റ്റ് 2024 ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഞാൻ വാങ്ങിച്ച ഒരു സാധനം, എനിക്ക് കിട്ടിയ ഒരു സാധനം ഈ മൈക്കാണ് കേട്ടോ. എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചത് തന്നെയാണ്. ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത ബെസ്റ്റ് പ്രോഡക്റ്റിലൊന്ന് ഈ മൈക്കാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം, ലാസ്റ്റ് വീഡിയോയിലൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് സ്കിൻ കെയർ പ്രോഡക്റ്റും മേക്കപ്പ് പ്രോഡക്റ്റും, പിന്നെ ഞാൻ വാങ്ങിച്ച എനിക്ക് ആക്സിഡൻ്റലായിട്ട് കിട്ടിയ കുറച്ച് സാധനങ്ങൾ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഫസ്റ്റ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അണ്ടർ ആം ഓഡേഴ്സ്. ഓക്കെ, ഇത് ഞാൻ ചുമ്മാ വാങ്ങിച്ച് നോക്കിയാണ്. നിവിയയുടെ റോൾ ഓൺ ഡിയോഡ്രൻ്റ് ആണ് ഇത്. പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത എൻ്റെ ബെസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ. നിവിയയുടെ റോൾ ഓൺ ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഇട്ടേക്കാം. ഓക്കെ, എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് തോന്നിയ ഒരു സാധനം ഇതാണ്. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും കുളിച്ച് കഴിഞ്ഞ് ജസ്റ്റ് അണ്ടർ ആം അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഡിസ്കളറേഷൻ ഒന്നും ആകുന്നില്ല, നല്ല പ്രോഡക്റ്റാണ്. ഓക്കെ, അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസറാണ്. അത് കാലിയായി എനിക്കിന്ന്. സോ നാളെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വരും. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. കുറച്ച് ബിസി ആയിട്ടുണ്ട്, കുറച്ച് മറന്നുപോയി. ഞാൻ പ്രോഡക്റ്റ് ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. സോ നിങ്ങൾക്ക് കാണാം, അത് വളരെ നല്ലതാണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഒരു എഫക്റ്റാണ് എനിക്ക് എൻ്റെ സ്കിന്നിൽ അതുണ്ടായത്. എനിക്ക് നിറച്ചിവിടെ കുറച്ച് റാഷസ് അങ്ങനെയൊക്കെ എപ്പോഴും വരുമായിരുന്നു. ബിക്കോസ് ഡെയിലി നമ്മൾ മേക്കപ്പ് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ബട്ട് ഡെയിലി നമ്മൾ വെളിയിൽ പോകുന്നത് കൊണ്ട്, ഓഫീസിൽ പോകുന്നതുകൊണ്ട് നമുക്ക് മേക്കപ്പ് പ്രോഡക്റ്റ് ഉപയോഗിക്കാതിരിക്കാനും പറ്റില്ല. മേക്കപ്പ് പ്രോഡക്റ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ ആരും തല്ലിക്കൊല്ലത്തൊന്നുമില്ല, ബട്ട് എൻ്റെ കോൺഫിഡൻസ് ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ അങ്ങനെ മോയ്സ്ചറൈസർ ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ചാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. ഓയിലി ആകും, ഗ്രീസി ആകും, എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. മോയ്സ്ചറൈസർ ഒരു ഡിസ്റ്റർബൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സോ ഇത് ഞാൻ ഉപയോഗിച്ചിട്ട്, ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസർ എനിക്ക് ഉപയോഗിച്ചിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ആ പ്രോഡക്റ്റ് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് കാണാം. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഡോക്ടർ ഷെത്തിൻ്റെ തന്നെ ഒരു സിറമാണ്. ഇത് വൈറ്റമിൻ സി സിറമാണ്. എല്ലാ പ്രോഡക്റ്റും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ടാഗ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാം, അല്ലാത്ത ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം. ഡോക്ടർ ഷെത്തിൻ്റെ വൈറ്റമിൻ സി സിറമാണ്. സോ ഇത് എനിക്ക് എൻ്റെ ബ്ലാക്ക് മാർക്കിനെയും സ്കിന്നിലുള്ള ബ്ലാക്ക് സ്പോട്ടിനെയൊക്കെ കുറേ അധികം കുറച്ച് തന്നിട്ടുണ്ട്. കുറേ അധികം മീൻസ് എൻ്റെ ക്ലിയർ സ്കിൻ എനിക്ക് കിട്ടി. ഓക്കെ, അതിന് മുന്നേ എനിക്ക് എന്താ പറയണ്ടേ, ചുമ്മാ നമുക്ക് എന്തെങ്കിലും ഇതോ എനിക്ക് ഇപ്പോഴും ഉണ്ട് ഇവിടെ പിമ്പിൾസ് വരും എനിക്ക്. സോ പിമ്പിൾസ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു കാര്യമാണ്. സോ എനിക്ക് PCOD ഉണ്ട്. സോ അതുകൊണ്ട് പിമ്പിൾസ്, ആക്നെ വരും. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് യൂസ്ഫുൾ ആയ ഒരു പ്രോഡക്റ്റാണിത്. ഓക്കെ, എൻ്റെ സ്കിൻ കോമ്പിനേഷൻ സ്കിന്നാണ്, നോട്ട് ഓയിലി നോട്ട് ഡ്രൈ, അങ്ങനെ ഒരു സ്കിന്നാണ്. സോ ഞാൻ പറയുന്ന ഈ പ്രോഡക്റ്റുകളൊക്കെ എനിക്ക് ഉപയോഗപ്രദമായി എന്ന് പറഞ്ഞ് നിങ്ങൾ ചാടിക്കയറി വാങ്ങിച്ച് ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് തന്നെ ഉപയോഗിക്കണം. ബിക്കോസ് ഞാൻ എൻ്റെ എല്ലാ ഡൗട്ടുകളും ഞാൻ എൻ്റെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളത്. ഓക്കെ, സോ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ലിപ് ബാമാണ്. ഇത് മിനിമലിസ്റ്റിൻ്റെ ലിപ് ബാമാണ്. ഒരു ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റാണ്. ഓക്കെ, നല്ല ഒരു ലിപ് ക്രാക്ക് ഒന്നും ഇല്ലാതെ ലിപ്സ്റ്റിക് ഇടുമ്പോഴും കുറച്ച് ആദ്യം മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ഫേസ് ക്ലിയർ ചെയ്ത് ഞാൻ ആദ്യം ചെയ്യുന്ന ലിപ് ബാമാണ് ഇടാറുള്ളത്. സോ എനിക്ക് ഫ്ലോലെസ് ആയിട്ടുള്ള ലിപ്സ് ത്രൂ ഔട്ട് ദ ഡേ കിട്ടാറുണ്ട്. ബിക്കോസ് ഇപ്പോൾ ഹെവി വിൻ്റർ ആയിരുന്നു. സോ വിൻ്റർ കഴിയുന്നതേ ഉള്ളൂ. ഇനി 2-3 ഡേയ്സിൽ നമുക്ക് സമ്മർ പ്രതീക്ഷിക്കാം. ബിക്കോസ് ലാസ്റ്റ് ഡേ ഞാൻ കടയിലൊക്കെ പോയപ്പോഴത്തേക്കും വാട്ടർമെലൺ കണ്ടിരുന്നു കടയിൽ. സോ വാട്ടർമെലൺ എല്ലാ വർഷവും ഞങ്ങൾ വാട്ടർമെലൺ റോഡിൻ്റെ സൈഡിലോ കടയിലോ കണ്ടു തുടങ്ങിയാൽ ഓക്കെ, സമ്മർ ഈസ് കമ്മിങ്, സമ്മർ ഈസ് ഓൺ ദ വേ എന്നുള്ള ഒരു സൈൻ.
അടുത്തതായിട്ട് പ്ലമ്മിൻ്റെ റെറ്റിനോൾ സിറം. ഇത് നൈറ്റ് സിറമാണ് കേട്ടോ. നൈറ്റിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ബിക്കോസ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് ലൈറ്റ് ഒന്നും നമ്മുടെ സ്കിന്നിൽ അടിക്കാൻ പാടില്ല. ഇത് ആഴ്ചയിൽ 1-2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ 1 ദിവസം ഉപയോഗിച്ച് തുടങ്ങണം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇച്ചിങ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, റാഷസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റെറ്റിനോൾ ആയതുകൊണ്ട് തന്നെ ഇഫ് യു ക്യാൻ കൺസൾട്ട് എ ഡെർമറ്റോളജിസ്റ്റ്. ഇത് ആഫ്റ്റർ 30 എല്ലാവരും തന്നെ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. പിന്നെ ഇപ്പോഴത്തെ അനുസരിച്ച് നിങ്ങളുടെ നിങ്ങളുടെ സ്കിന്നിൻ്റെ മെച്യൂരിറ്റി കൂടെ കൺസിഡർ ചെയ്യുക. മേ ബി ആഫ്റ്റർ 25 സ്കിൻ ഒത്തിരി ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് റെറ്റിനോൾ ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാം. പ്ലമ്മിൻ്റെ ഈ റെറ്റിനോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. വലിയ വിലയൊന്നുമില്ല, അഫോർഡബിൾ പ്രൈസാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് വീക്ക്ലി വൺസ് മാത്രമാണ്. വീക്ക്ലി വൺസ് ആണ് എനിക്ക് ടൈമുള്ളത്. സോ ആ സമയത്താണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ കാതിൻ്റെ ബാക്ക് സൈഡിൽ ഇട്ട് നോക്കിയിരുന്നു എനിക്കിത് ചേരുന്നുണ്ടോ, എനിക്കിത് സ്യൂട്ട് ആകുന്നുണ്ടോ എന്നുള്ളത്. എന്നിട്ടാണ് 2-3 ആഴ്ച ഞാനത് അങ്ങനെ നോക്കി ഒരു കുഴപ്പവുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. സോ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഓക്കെ. പിന്നെ ഞാൻ കണ്ടുപിടിച്ച ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഐബ്രോ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരാളാണ്. സോ ഞാൻ മൈക്രോബ്ലേഡിങ്ങിനൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര കോസ്റ്റ്ലിയാണ്. പിന്നെ എല്ലാവരും പറഞ്ഞു അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഫെയ്ഡായി പോകുന്നു. ഓക്കെ, അതെനിക്ക് ഭയങ്കര ഫെയ്ഡായി പോകും. പിന്നെ വേദന എടുക്കുമെന്ന് പേടിയുണ്ടായിരുന്നു. പല പ്രാവശ്യം ബ്ലേഡിങ്ങിനെ കുറിച്ച് ആലോചിച്ചു. പിന്നെ ഒരുപാട് ടൈം കൺസ്യൂമാണ് അവിടെ. അതെന്താണെന്നൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റും ഞാൻ എടുക്കാറില്ല കേട്ടോ. സോ അതുകൊണ്ട് എനിക്ക് അതിനോട് പോകാൻ ഒരു ചെറിയ മടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ യൂട്യൂബിൽ നോക്കി ഐബ്രോ ടിൻ്റ് എന്നൊക്കെ കണ്ടു. എനിക്കതെല്ലാം ഒരു ഭയങ്കര പേടി തോന്നി. അപ്പം ഞാൻ ബ്ലാക്ക് ഹെന്ന വീട്ടിലെ അമ്മയൊക്കെ മുടിയിലിടുന്ന കണ്ടിട്ടുണ്ട്. സോ അവരുടെയൊക്കെ മുടി നല്ല ബ്ലാക്കാണ്. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്യാം. ബെൻജാറാസിൻ്റെ ബ്ലാക്ക് ഹെന്നയാണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടാം. ഓക്കെ, ഇത് ഞാൻ ചെറുതായിട്ട് ഒരു നമ്മുടെ ബ്ലാക്ക് ടീയിൽ മിക്സ് ചെയ്ത് ഐബ്രോസിൽ ഇട്ട് നോക്കി. സോ എനിക്ക് ഐബ്രോസ് ഇപ്പം നല്ല ഒത്തിരി ബ്ലാക്ക് അല്ലെങ്കിലും എനിക്ക് ഒട്ടും തന്നെ ഐബ്രോ ഇല്ല. എൻ്റെ ചില ഷോർട്സിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ചിലതിലൊന്നും ഞാൻ മേക്കപ്പ് ഇടാതെ എടുക്കുന്ന മേക്കപ്പ് അല്ല, ഞാൻ ഐബ്രോസ് എപ്പോഴും ഫില്ല് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതെൻ്റെ ഒരു കോംപ്ലക്സും കൂടാണ്, എനിക്ക് ഐബ്രോസ് ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് ഇത് എനിക്കൊരു നല്ല സൊല്യൂഷനായിരുന്നു. ഞാൻ ഐബ്രോ ആദ്യം പോയി ബ്യൂട്ടി പാർലറിൽ പോയി ഷേപ്പ് ചെയ്തു. ബിക്കോസ് എനിക്ക് തന്നെ ഷേപ്പ് ചെയ്ത് എനിക്കറിയില്ല, പ്ലക്കറൊന്നും വെച്ച് ഐ ഡോണ്ട് നോ ഹൗ ടു ഷേപ്പ് മൈ ഐബ്രോ. സോ അതുകൊണ്ട് ഞാൻ തന്നെ അറിയത്തില്ലാത്തത് കൊണ്ട് പാർലറിൽ പോയി ഷേപ്പ് ചെയ്തിട്ട് വന്നിട്ടാണ് അതിൻ്റെ പുറത്താണ് നമ്മുടെ ഇയർ ബഡ്സ് വെച്ചിട്ട് ബ്ലാക്ക് ഹെന്ന അപ്ലൈ ചെയ്ത്. എന്നിട്ട് ഒരു 1 hour കഴിഞ്ഞിട്ട്, രാത്രി നമുക്ക് സമയമുണ്ടല്ലോ, 1 hour കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ വെറ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരു ഷോർട്സ് പോലെ ഇടാം. വെറ്റിയിട്ട് തുടച്ച് കളഞ്ഞ് അത് കഴിഞ്ഞാണ് വാഷ് ചെയ്തത്. സോ ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യമേ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ല കളറുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ബട്ട് അലർജിക് ആണോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫൈൻഡ് ഔട്ട്സിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഈ ലക്സിൻ്റെ ബോഡി വാഷാണ്. ബിക്കോസ് ബോഡി വാഷ് എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഓക്കെ, ബാത്ത് ആൻഡ് ബോഡിയുടെ ഈ സെയിം കളർ സെയിം ഫ്രാഗ്രൻസിന് അത്രയ്ക്ക് കോസ്റ്റ്ലിയാണ്. ഇത് വെറും 99 റുപ്പീസാണ്. ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മേ ബി ഒരു 7 or 8 months ആയിട്ടുണ്ടായിരിക്കും. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ത്രൂ ഔട്ട് ദ ഡേ നിൽക്കാറുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നമ്മൾ സോപ്പിട്ട് കുളിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റാണ് നമുക്ക് തരുന്നത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ ഞാൻ മോയ്സ്ചറൈസർ പറഞ്ഞില്ലേ, മോയ്സ്ചറൈസർ ഇപ്പോൾ തീർന്നിട്ട് 2-3 ദിവസമായി, മേ ബി ഒരാഴ്ചയ്ക്ക് മേളിലായി. ഓക്കെ, അപ്പോൾ ഞാൻ ഇട്ട് നോക്കിയ ഒരു സാധനമാണ് ഈ അലോവേറ ജെൽ. ആക്ച്വലി ഞാൻ പറയട്ടെ, നല്ല എഫക്റ്റീവാണ് കേട്ടോ. നല്ല ഒരു എനിക്കിഷ്ടപ്പെട്ടു. സ്കിന്നിന് നല്ല മേക്കപ്പ് ഇടുന്നതിന് മുന്നേയും സ്കിന്നിന് നല്ലൊരു ടെക്സ്ചർ തരുന്നുണ്ട്, നല്ലൊരു മോയ്സ്ചർ തരുന്നുണ്ട്. ഞാൻ വിചാരിച്ച് പിമ്പിൾസ് വരുമോ എന്ന് പേടിച്ചാണ് ഇട്ടത്. ബട്ട് ഇറ്റ്സ് ഫൈൻ. എനിക്ക് ആ പ്രോഡക്റ്റും ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ട് എവർ യൂത്തിൻ്റെ അലോവേറ ജെല്ലാണ്. ബട്ട് നിങ്ങൾക്ക് ഏതാണ് അലോവേറ ജെൽ അവൈലബിൾ, ഒത്തിരി കളറുള്ള അലോവേറ ജെൽ വാങ്ങിക്കാതിരിക്കുക. അതൊരു ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അധികം കളറൊന്നുമില്ല. വെളിയിലെടുത്ത് കഴിയുമ്പോൾ ഇതിനൊട്ടും കളറില്ല. നെക്സ്റ്റ് പ്രോഡക്റ്റ് എനിക്ക്
ഒത്തിരി യൂസ്ഫുള്ളാണ് ആയ ഒരു പ്രോഡക്റ്റാണ് ഈ വിൻ്ററിൽ. നമുക്ക് വിൻ്ററിൽ ഇങ്ങനെ സ്കിന്നൊക്കെ ഒരു ഇറിറ്റേഷൻ തോന്നുമല്ലോ, ആ സമയത്തും പിന്നെ കുറേ നമ്മൾ ഞാൻ വാക്കിംഗ് പോകാറുള്ള ഒരാളാണ്. വാക്കിംഗ് പോയിട്ട് വരുമ്പോഴും ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കോളേജ് റൗണ്ട്സ് പോയിട്ട് വരുമ്പോഴൊക്കെ കാലുവേദനയൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ശരീരത്തിന്, നമ്മുടെ സ്കിന്നിനൊരു കൂളിംഗ് എഫക്റ്റ്, പിന്നെ സ്കിന്ന് നല്ല ഒരു മോയ്സ്ചർ ആയിട്ട് ഒരു നല്ല എൻറിച്ച്ഡ് സ്കിൻ ആയിട്ട് തോന്നി ഞാൻ ഉപയോഗിച്ച ഒരു ബോഡി ലോഷനാണ് ഈ ഒരു കേസർ ബോഡി ലോഷൻ. ഇത് വന്നിട്ട് ബോറോപ്ലസിൻ്റെയാണ്. ബോറോപ്ലസിനോട് എനിക്ക് ഇമോഷണലി ഒരു കണക്ഷൻ കൂടിയാണ്. ബിക്കോസ് എൻ്റെ ഫാദർ ആർമിയിലായിരുന്നു. സോ അച്ഛൻ വരുമ്പോൾ നല്ല സ്മെല്ലാണ് വീട് മൊത്തം. ഓക്കെ, അച്ഛൻ കുറേ നാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പഠിക്കേണ്ട വലിയ ഹയർ സ്റ്റഡീസൊക്കെ ഇപ്പോൾ ഞങ്ങൾ നാട്ടിലാണ്. അപ്പോൾ അച്ഛൻ ലീവിന് വരുമ്പോൾ വീട് ഫുള്ള് നല്ല സ്മെല്ലായിരിക്കും. അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രീമുകളിൽ ഒന്നാണ് ബോറോപ്ലസ്. ഈ ബോഡി ലോഷനല്ല, ഒരു പച്ച കളർ ട്യൂബിലൊരു ക്രീം. സോ അതിനോട് എനിക്കൊരു ഇമോഷണൽ കണക്ഷനും ഉണ്ട്. അതുകൊണ്ടല്ല കേട്ടോ, ഇത് പ്രോഡക്റ്റ് നല്ല അടിപൊളിയാണ്. ഇത് ആക്ച്വലി ഞാൻ ഇത് ഒരെണ്ണം കഴിഞ്ഞു, ഇത് രണ്ടാമത്തെയാണ്. സോ അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോഡി ലോഷനായിട്ട് ഇത് ഉപയോഗിക്കാം. ഞാൻ ബോഡി ഫുള്ള് ഇത് അപ്ലൈ ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. AC ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ. സോ അങ്ങനെ ആ ഒരു സ്കിന്നിനെ കുറച്ചല്ല നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത ഒരു മേക്കപ്പ് പ്രോഡക്റ്റാണിത്. ഒരു പ്രൈമറാണ്, ലാക്മേയുടെ അൺറിയൽ ബ്ലർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് മാത്രം ഇട്ടാലും നമ്മുടെ സ്കിൻ ഓക്കെയാണ്, എനിക്ക് ഓക്കെയാണ്. ഇത് മാത്രം ഇട്ടാലും സ്കിൻ എനിക്ക് ഓക്കെയാണ്. അത്രയ്ക്ക് അടിപൊളി ഒരു പ്രൈമറാണ് ഇത്. ബ്ലർ പെർഫെക്റ്റ് എന്നാണ്. എനിക്ക് ഈ പല്ല് ഇവിടെ ഇങ്ങനെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2-3 ലെറ്റേഴ്സ് ഒന്നും എനിക്ക് കിട്ടത്തില്ല സംസാരിക്കുമ്പോൾ. അത് പ്രാക്ടീസ് ആവണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സോ ഇപ്പോൾ 1 മാസമായി, മേ ബി ഇപ്പോൾ കുറച്ചൊക്കെയാണ്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരളവിന് ഞാൻ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുന്നു സംസാരിക്കുമ്പോൾ എനിക്ക്. എന്നിട്ട് ഞാൻ തന്നെ കുത്തി കുറച്ച് പൊട്ടിച്ചത് ഇവിടെ. ഇറ്റ്സ് ഓക്കെ. സോ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇതിട്ട് കഴിഞ്ഞ് ഫൗണ്ടേഷനോ ഒന്നും ഇടേണ്ട ആവശ്യം തോന്നാറില്ല. അത്രയ്ക്ക് അടിപൊളി സാധനമാണ്. ഇത് പ്രൈമറാണ്, ഓക്കെ, മേക്കപ്പ് പ്രൈമർ. പിന്നെ പ്ലമ്മിൻ്റെ ഒരു സ്ട്രോപ്പ് ക്രീമാണ്. ഓക്കെ, ഇത് നല്ല ഒരു സാധനമാണ്. എനിക്ക് നല്ലതായിട്ട് സ്കിന്നിന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണിത്. ഞാനിത് ഇടാറുള്ള ഡയറക്റ്റായിട്ട് ഫേസിലല്ല കേട്ടോ. ഞാൻ ഈ വാട്ട് ഈസ് ദിസ് പ്രൈമറിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇടാറുള്ളത്. ഒരു ഡ്രോപ്പിൻ്റെ പകുതി മതി. അതിനെ ഹാഫ് ഡ്രോപ്പ് എന്ന് പറയാവുന്ന കൂടെ എനിക്കറിയത്തില്ല. അത്രയ്ക്ക് കുറച്ച് സാധനം മതി. നമുക്ക് നല്ല ഒരു ത്രൂ ഔട്ട് ദ ഫേസ് ആൻഡ് നെക്ക് നല്ല ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്, നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് രാവിലെ എഴുന്നേറ്റ് പ്രൈമർ ഇട്ട് ഫൗണ്ടേഷൻ ഇട്ട് മറ്റേതിട്ട് മറിച്ചിട്ട് കുറച്ച് മടിയാണ് മേക്കപ്പ് ചെയ്യാൻ. ഓക്കെ, ഞാൻ ലിപ്സ്റ്റിക് ആൻഡ് ഐബ്രോ ഒബ്വിയസ്ലി ഞാൻ ഇടും. ബിക്കോസ് എൻ്റെ ഐബ്രോ ഭയങ്കര എൻ്റെ ലിപ്സ് ഭയങ്കര പിഗ്മെൻറ്റഡ് ലിപ്സാണ്. ഐബ്രോസ് ഇല്ലായിരുന്നത് കൊണ്ട് ഇപ്പം ഞാൻ ബ്ലാക്ക് ഹെന്ന ഇട്ട കാരണം കുറച്ച് പെർഫെക്റ്റാണ്. ഇപ്പം ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാറില്ല. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട് മേക്കപ്പ് ഇടാൻ മടിയുള്ളവർക്ക് വേണ്ടി ഒരു സാധനമാണ് ഫിറ്റ്മിയുടെ കൺസീലർ. നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചുള്ള കൺസീലർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതിട്ട് കഴിഞ്ഞാൽ, ആ പ്രൈമർ ഇട്ടിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും തന്നെ സ്കിന്നിൽ ചെയ്യേണ്ട. പൗഡർ ഇടേണ്ട, കോമ്പാക്ട് പൗഡർ ഇടണ്ട, ലൂസ് പൗഡർ ഇടണ്ട, ഫൗണ്ടേഷൻ ഉണ്ടാവും, ഒന്നും ഇടണ്ട. ഇതെൻ്റെ കൊളീഗ് പറഞ്ഞാണ് ആക്ച്വലാ. ഷീ ടോൾ മീ, മാം ഇതെല്ലാം ഇടുന്നതിനേക്കാളും കൺസീലർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൺസീലർ ട്രൈ ചെയ്ത് നോക്കിയതാണ്, താങ്ക്സ് ടു ഹെർ. സോ ഇത് ആക്ച്വലി എനിക്ക് വർക്ക് ആവുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ഞാൻ ബ്രഷ് വെച്ച് ഇങ്ങനെ ഡാബ് ചെയ്താണ് മേക്കപ്പ് ചെയ്യാറുള്ളത്. സോ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇട്ട് കാണിക്കാം. മേക്കപ്പ് ചെയ്യാൻ എനിക്ക് മടിയായതുകൊണ്ടാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയായി പോകുന്നത് കാരണം ക്യാമറ എടുത്ത് വെച്ച് ഷൂട്ട് ചെയ്യാനൊന്നും ഓർക്കാറില്ല. ചിലപ്പോൾ ഓർക്കും, ഓക്കെ റീസെൻ്റായിട്ടൊരു ഷൂട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചു എടുക്കാം. പക്ഷേ ആ സമയത്ത് സാരിയൊക്കെ ഉടുത്ത് വരുമ്പോഴേക്ക് സമയം പോകുന്നത് കൊണ്ടും എനിക്ക് അന്നേരം ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ടും ഞാൻ അത് ചെയ്യാറില്ല. ഇത്രയും സാധനങ്ങളാണ് ഞാൻ 2024 ഫൈൻഡ് ഔട്ട് ചെയ്ത ബെസ്റ്റ് പ്രോഡക്റ്റ്. ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് 2024 എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ വ്യൂവേഴ്സ്. ഞാൻ അതിന് ഒരുപാട് താങ്ക്സ് പറയുന്നു. ആരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, എനിക്ക് നല്ല കമൻറ്റ്സ് ഇടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സജഷൻ തന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ബിക്കോസ് ഞാൻ ഈ മൈക്ക് വാങ്ങിച്ചു വെച്ചിട്ടും എൻ്റെ കയ്യിൽ 2 മൈക്കുണ്ട്. കോളർ മൈക്ക് ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു.
സോ മൈക്ക് ഉണ്ടായിട്ടും ഞാൻ ഉപയോഗിക്കാതൊക്കെ ഇരുന്നുണ്ട്. ഇപ്പം എനിക്ക് ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, വിളിച്ച് പറഞ്ഞു, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ മനസ്സിലായി, ഓക്കെ മൈക്ക് ഉപയോഗിക്കണം എന്നുള്ളത്. മറ്റേ എൻ്റെ കയ്യിൽ ആ സ്റ്റാൻഡിങ് മൈക്കും ഉണ്ട്, അതിനി സെറ്റാക്കണം. അത് സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചൊന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു പോഡ്കാസ്റ്റിന് വേണ്ടി. പോഡ്കാസ്റ്റ് ഓക്കെ കം ടു ദ പോയിന്റ്. ഞാൻ കുറേ ബാക്കിയുള്ള സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇറ്റ്സ് ഓക്കെ. സോ ഇതൊക്കെയാണ്. പിന്നെ വേറൊരു പ്രോഡക്റ്റും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി സിലിക്കോൺ ജെല്ലാണ് ഇതിൻ്റെത്. ഇത് നമ്മൾ കഴുത്തിൽ ഇങ്ങനെ വെക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് നമുക്ക് ഒന്നെങ്കിൽ അലോവേറ ജെല്ലിടാം, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചർ കൈൻഡ് ഓഫ് ലോഷൻ ഓർ സംതിങ് യു ക്യാൻ അപ്ലൈ ഓൺ ദിസ് ബോഡി വാഷ്, ബോഡി ലോഷൻ, അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഈ സിലിക്കോൺ കാണുന്ന ഈ പാർട്ടില്ലേ ഇവിടെ മൊത്തം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കഴുത്തിലോട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 4 to 5 hours നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. ഇത് നമുക്ക് വാഷബിളാണ് കേട്ടോ. ടാപ്പിൻ്റെ കീഴിൽ കാണിച്ച് നമുക്ക് വാഷ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് അവിടെ വെച്ചാണ്. ബിക്കോസ് എനിക്ക് നെക്കിൽ ആക്ച്വലി ഒറ്റ വീക്ക് കൊണ്ട് എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന കളേഴ്സൊക്കെ പോയി. എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, എനിക്കിവിടെ ചെറുതായിട്ട് ഈ ഒരു ലൈനും ഈ ലൈനും എനിക്കിത് ചെറുതിലേ മുതലേ ഉണ്ട്. ഞാൻ കുറേ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചിട്ട് എന്ത് ചെയ്യാം എന്ന് ഓർത്തിട്ട് ഇതിട്ടിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ. പിന്നെ ബാക്കിയുള്ള പ്രോഡക്റ്റ്സുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയതൊക്കെ നേരത്തെ തന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ തന്നെയാണ്. സോ എനിക്കിതെല്ലാം വളരെ യൂസ്ഫുള്ളായിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് 2024 ഫൈൻഡ് ഔട്ട് ചെയ്ത കുറേ കാര്യങ്ങൾ. പിന്നെ 2024 25 23 വാട്ട് എവർ ഇറ്റ് മേ ബി, ലൈഫിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന. അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ ഇനിയും കുറച്ച് നാൾ കൂടെ കഴിയട്ടെ, അപ്പം ഞാൻ ഷെയർ ചെയ്യാം. ഡെഫിനറ്റ്ലി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇത്ര നാളും എൻ്റെ കൂടെ നിന്നതിന്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയതിന് ഒരുപാട് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ബിക്കോസ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ ഇഷ്ടമാണ്. ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരാളായിരുന്നു ഞാൻ. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനൊക്കെ ചോദിക്കും, നിനക്ക് എങ്ങനെ ഇത്രയും ഫ്രണ്ട്സ് നീ മാനേജ് ചെയ്യുന്നു? അത്രയ്ക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന, ഒരുപാട് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് കിടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ ലൈഫ് സീരിയസ് ആയി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മനസ്സ് വിട്ട് തുറന്ന് ചിരിച്ചിട്ട് ഒരുപാട് നാളുകളായി. ഞാൻ ചിരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, അത് അപ്പാർട്ട് ഫ്രം ദാറ്റ് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്യാതറിങ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ചിരി, അതൊക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് മാത്രമേ പറ്റത്തുള്ളൂ. സോ അങ്ങനെ കുറച്ചൊക്കെ ഫ്രണ്ട്സിനെ ഇപ്പോൾ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ മീൻ ഫോർമാലിറ്റികളൊന്നുമില്ലാത്ത, ഡെസിഗ്നേഷൻ ഈഗോ ഒന്നും ഇല്ലാത്ത, നോർമലായിട്ട് താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഉള്ള കുറേ ഫ്രണ്ട്സിനെ, ഓപ്പൺ ഹാർട്ടായിട്ട് സംസാരിക്കാനുള്ള ഒരുപാട് ഫ്രണ്ട്സിനെ എക്സ്പെക്റ്റ് ചെയ്ത്, ഡ്രീം ചെയ്ത്, മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഈ പ്രോഡക്റ്റൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചു നോക്കും. ഞാൻ ഈ പരിചയപ്പെടുത്തിയ എല്ലാ പ്രോഡക്റ്റും തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഒന്നും ഓവർ കോസ്റ്റ്ലി അല്ല. ഞാൻ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റും പരിചയപ്പെടുത്തി തരില്ല. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത് എനിക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ എന്നോർത്ത് മറ്റുള്ളവരുടെ വിഷമം അതെനിക്ക് കുറച്ച് ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഞാൻ പരിചയപ്പെടുത്തി തരില്ല. ഞാൻ അങ്ങനത്തെ പ്രൊമോഷൻസും ചെയ്യൂല. ഓക്കെ, സോ മറ്റ് സാധാരണക്കാരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളല്ലാതെ ഞാൻ ഒന്നും തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യത്തുമില്ല. ഓക്കെ, സോ ഹാപ്പി ടു സീ യു ഓൾ.